അപ്പൊ ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോയതായിരുന്നു കേട്ടോ. ഞങ്ങള് തൊട്ടടുത്തുള്ള ഒരു ഗ്രൗണ്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ തീരെ സ്പേസ് ഇല്ലാത്ത കാരണം അപ്പൊ ഗിയർ മാറ്റാനും അത്ര ഒക്കെ ആയിട്ടുള്ളൊരു സ്പേസ് വേണമല്ലോ. അപ്പൊ ഞങ്ങളവിടുന്ന് മാറിയിട്ട് ചാലിശ്ശേരി ഗ്രൗണ്ടിൽ പോവാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ അത് അവിടെ പോയപ്പോ ഞങ്ങൾക്ക് ഏകദേശം ഒരു ഉച്ച സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പൈസ ഉണ്ട്, 80 രൂപ അവിടെ ചാർജ് ഉണ്ട്. രാവിലെ 10 to 5 വരെ. അപ്പൊ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വരെ പോവുകയൊക്കെ ചെയ്യാം. പക്ഷെ ഞങ്ങൾക്ക് അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾക്ക് വേറെ സ്ഥലങ്ങൾ പോകാനുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് എടുത്ത് ഇറങ്ങിയതായിരുന്നു. അപ്പൊ എനിക്കാണെങ്കിൽ ഡ്രൈവിങ് കാർ ഓടിക്കാൻ തീരെ അറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒന്ന് ട്രൈ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഇതുപോലെ ഒന്ന് പറഞ്ഞു തന്നു. 1-2 പ്രാവശ്യമൊക്കെ ഫസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് ഓഫായി. പിന്നെ വലിയ കുഴപ്പമുണ്ടാകുന്നില്ല. അങ്ങനെയാണ്. പിന്നെ സ്കൂട്ടി ഓടിച്ചതിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കാം എന്തോ എനിക്ക് പെട്ടെന്ന് കയ്യിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്താ പറയാ, പെട്ടെന്ന് വണ്ടി സ്ലോ ആയിട്ട് മൂവ് ചെയ്യാനായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാനവിടെ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ സൈഡ് വേറെ വണ്ടിയൊക്കെ പെട്ടെന്ന് ആക്സിഡന്റ് നല്ലതിൽ കൂട്ടിയിട്ടൊക്കെ ഭയങ്കര സ്പീഡിലൊക്കെ പോകാണ്ടപ്പോ എനിക്ക് ആകെ പേടി, അതുപോലെ എങ്ങാനും വരുമെന്ന്. അൽഹംദുലില്ലാ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വളരെ സ്ലോവിൽ തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ 1-2 പ്രാവശ്യം ഇങ്ങനെ ഓഫായി ഫസ്റ്റ് എന്നല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അങ്ങനെ എനിക്ക് ഇപ്പോഴും ഒരു ബുദ്ധിമുട്ട് വന്നത് എന്താണെന്ന് വെച്ചാല് വണ്ടീനെ ഗിയർ മാറ്റുമ്പോ ക്ലച്ച് ഒക്കെ ചവിട്ടുമ്പോ ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം സ്കൂട്ടി നമ്മൾ മൊത്തം കയ്യുമില്ലല്ലേ. അപ്പൊ കാലിൽ വെച്ചിട്ടുള്ള ഒരു ഇതില്ലാത്ത എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് അതിന് ചെറിയൊരു ബുദ്ധിമുട്ട്. എന്തായാലും മാഷാ അല്ലാഹ് ഞാൻ ഒരു റൗണ്ട് ഫുള്ളാക്കിട്ടോ. ഞാൻ ഒറ്റയ്ക്ക് വണ്ടി എടുത്തിട്ട് പോയിട്ടോ. വണ്ടിനായിട്ട് നമ്മൾ അടുത്ത് നിന്നിട്ട് ഒരാൾ പഠിക്കുമ്പോഴും ഒറ്റയ്ക്ക് ഓടിക്കുന്നത് തമ്മിലൊരു വ്യത്യാസമല്ലേ. മാഷാ അല്ലാഹ് എന്തായാലും എനിക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ അതിന് കഴിഞ്ഞു. അൽഹംദുലില്ലാ. അങ്ങനെ ഞങ്ങളങ്ങനെ ഉച്ചയാകുമ്പോ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് വീട്ടിലേക്ക് വേഗം പോരുകയും ചെയ്തു. പക്ഷെ നമ്മൾ ഫുൾ ടൈം നിൽക്കുകയാണെങ്കിൽ എന്തായാലും എല്ലാം പക്ക ക്ലിയർ ആയിട്ട് കിട്ടുമായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങള് ഇവിടെ പോവാണ്, തൃശ്ശൂര് പോവാട്ടോ. തൃശ്ശൂര് വെറുതെ ഒന്ന് കറങ്ങാൻ വേണ്ടിട്ട് പുറത്തിറങ്ങാന്ന് പറഞ്ഞിട്ട് പോയതുണ്ട്. അപ്പൊ നെസ്റ്റോല് പോകണമെന്ന് പറഞ്ഞപ്പോ മക്കളെയും കൂട്ടിയിട്ട് അങ്ങനെ നെസ്റ്റോല് പോയി. ഇപ്പൊ ഇവിടുത്തെ നെസ്റ്റോ ഞങ്ങൾ എടപ്പാൾ നെസ്റ്റോനേക്കാളും കുറച്ചും കൂടി വലുതാണ് കേട്ടോ. നമുക്ക് ശരിക്കും ഗൾഫിലൊക്കെ കാണുന്ന അതേ ഫെസിലിറ്റീസ് ഒക്കെ ഇവിടെ തൃശ്ശൂരുണ്ട് കേട്ടോ. പക്ഷെ എടപ്പാൾ വളരെ ചെറുതായിരുന്നു. അങ്ങനെ അവിടെ അതൊക്കെ കണ്ട് കറങ്ങി തിരിച്ചു വരുമ്പോ ഞങ്ങളിവിടെ തട്ടുകടയിൽ കയറിയിട്ട് കൊള്ളിയും പോട്ടിയും കഴിക്കുന്നു. കുറേ ഇല്ലേ കൊള്ളിയും പോട്ടിയൊക്കെ കഴിച്ചിട്ട്. ഇതുപോലൊരു നൈറ്റ് യാത്രയൊക്കെ കുറെ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊരു മുന്നത്തൊക്കെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇതുപോലെ കൊള്ളിയും പോട്ടിയും കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.